ഭയത്തിന്റെ കീർത്തനം കേൾക്കൂ. ഇത് എല്ലാം വെറും ഒരു നിമിഷം മാത്രമല്ല. കരുണ, കണ്ണീരാൽ നിറഞ്ഞ മനസ്സ്. വെറും ഒരു നിമിഷത്തിൽ ഞാൻ നിന്നെ വിട്ടുപോകുന്നു. എന്നാൽ ഞാൻ നിന്നിലേക്ക് തിരികെ വരാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമുണ്ടോ? ശാന്തരാവൂ. അതിനാൽ നമുക്ക് എപ്പോഴും ദുഃഖിക്കാൻ അവസരമുണ്ട്. കാരണം ദൈവമുണ്ട്, അല്ലേ? യഹോവയാണ് നിങ്ങളുടെ ദൈവം. അദ്ദേഹം ആളുകൾ ഭാഗ്യവാന്മാരാണ്. മനുഷ്യനും ദൈവമുണ്ട്. ദൈവത്തെ നേടുന്നത് വലിയ ഭാഗ്യമാണ്. ദൈവം എന്നെ ആരോഗ്യവാനായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. നമുക്ക് ദൈവം ഇല്ല, ക്ഷേത്രം ഇല്ല, ശുശ്രൂഷകനില്ല എങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയെ എന്താണ് കുറവ് വരിക? ഏതെങ്കിലും കുറവ് അനുഭവപ്പെടുന്നുവെങ്കിൽ അത് ദൈവത്തോട് തന്നെ ചോദിക്കൂ. അയ്യൂബ് ഗ്രന്ഥം വായിക്കൂ. അതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കൂ. നോക്കൂ, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന്. നടക്കുന്നത് എല്ലാം ദൈവം തന്നെയാണ് ചെയ്തെന്ന് ചോദിക്കാൻ ധൈര്യം ആർക്കാണ്? ദൈവം എന്ത് ചെയ്തു, അവൻ തന്നു, അവൻ തന്നെ തിരികെ എടുത്തു എന്ന് ചോദിക്കാൻ ധൈര്യം ആർക്കാണ്? അതിനാൽ നമ്മെ ആരാണ് ചോദിക്കാൻ കഴിയുന്നത്? അതിനാലാണ് അയ്യൂബ് ഇങ്ങനെ പറയുന്നത്. അയ്യൂബ് 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് നഗ്നനായി വന്നവനാണ്. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. നിങ്ങളുടെ അമ്മയുടെ കൽപ്പത്തിൽ നിന്ന് ആരും ഒരു ഭാരവും കൊണ്ടുവരുന്നില്ല. കുട്ടികൾ ഒന്നും കൊണ്ടുവരുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് പോലും ഇല്ല. നിങ്ങൾക്ക് ഒരു വാഹനവും ഇല്ല. നിങ്ങൾ ഒന്നും കൊണ്ടുവരുന്നില്ല. ശരി, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൽപ്പത്തിൽ നിന്ന്